നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് സംയമനം പാലിക്കണം. പെട്ടെന്ന് ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്ന പ്രകൃതക്കാരാണെങ്കിൽ ഒന്ന് സമാധാനപ്പെട്ടിരിക്കണം. നമ്മൾ എത്രയോ തള്ളുകൾ, എത്രയോ ദുരന്തങ്ങൾ മറികടന്നവരാണ്. നമുക്കിതിനെയും അതിജീവിക്കാൻ സാധിക്കും. കാർ വിൽക്കാൻ കാരണം നിങ്ങളുടെ KSRTC ബസ്സുകളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഞാൻ പറഞ്ഞില്ലേ, സമാധാനപ്പെട്. ശൈലജ ടീച്ചറിനോട് പണ്ട് ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ച് ചോദിച്ചില്ലേ, കേരളത്തിലേക്ക് വരുന്ന വഴി എങ്ങനെയാണ്, ഷോർട്ട് കട്ട് ഏതാണ്, എനിക്ക് ഇവിടെ വന്നൊരു TT എടുക്കാനാണെന്ന്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു പല്ലെടുക്കാൻ വേണ്ടി മാത്രം പൈസ ചിലവാക്കി ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നിട്ട് പോകുന്ന ആളുകളുടെ കാര്യം ബാലഗോപാലൻ ചേട്ടൻ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. അതിനെയും നമ്മൾ അതിജീവിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യദാസൻ നടത്തിയ ഒരു ഒടുക്കത്തെ തള്ള്, കേരളത്തിലെ യൂറോപ്യൻ മാതൃകയിലുള്ള ആ റോഡുകൾ കണ്ട് അന്തം വിട്ട കുട്ടിയുടെ കഥ. അപ്പോൾ ഇങ്ങനെ എത്രയോ പറഞ്ഞാൽ തീരാത്തത്ര ദുരന്തങ്ങൾ, തള്ളു ദുരന്തങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ. അതിനെയൊക്കെ മറികടന്ന് ഇതുവരെ എത്തിയവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇതിനെയും അതിജീവിക്കാൻ സാധിക്കും. എല്ലാവരും ഏതെങ്കിലും ഉറപ്പുള്ള ഒരു വസ്തുവിൽ പിടിച്ചു നിന്നുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. ഇനി കാറിന്റെ ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ കാർ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗണേശൻ ചേട്ടൻ പറഞ്ഞത് KSRTC ബസ്സുകളിലെ സൗകര്യങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളി, എനിക്ക് എന്തിനാണ് ഈ കാറ്, ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞാൻ എന്തിന് ഈ കാറും കൊണ്ട് നടക്കുന്നു, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ കാറ് ഉപേക്ഷിച്ചു. KSRTC ബസ്സിൽ യാത്ര ചെയ്യാനുള്ള കൊതി കൊണ്ട്, ആ സൗകര്യം കണ്ട് അത്ഭുതപ്പെട്ട്. ആ ഒരു കഥയാണ് പറയുന്നത്. ആരോ മെസ്സേജ് അയച്ചെന്നാണ് പറയുന്നത്. ഇവരോടൊന്നും സംസാരിക്കുന്ന വ്യക്തികൾക്ക് പേരില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ തള്ളുകളിലെ ഹൈലൈറ്റ്. ഗ്രാമപ്രദേശങ്ങളെ കൂടുന്ന ബസ്സുകൾ നിറഞ്ഞു പോവുകയാണ്. മിനി ബസ്സൊക്കെ എല്ലാ MLA-മാർക്കും വേണ്ടത് മിനി ബസ്സാണ്. ഇറ്റിലും ക്ഷേമ പെൻഷനിലും ഒന്നും വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരറ്റത്ത് നിന്ന് തള്ളുതന്ത്രവുമായിട്ട് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ബജറ്റിനെയും കണ്ടാൽ മതി. ഇത്രയും നല്ലൊരു ഗതാഗത വകുപ്പ് മന്ത്രിയെ വേറെ ഏത് സ്റ്റേറ്റിന് കിട്ടിയിട്ടുണ്ട്? ആളുകളൊക്കെ കാറും ഓട്ടോയും ബൈക്കും ഒക്കെ സ്വന്തമായിട്ടുള്ളവർ അതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. കാരണം ഏത് അർദ്ധരാത്രിക്കും നമുക്കൊരു സ്വകാര്യ ആവശ്യം ഉണ്ടായാലും KSRTC ബസ് അപ്പോൾ വിട്ടുതരും. വേണമെങ്കിൽ ഡ്രൈവറേയും കണ്ടക്ടറേയും കൂടെ വിടും. ആ സൗജന്യ സേവനം. പിന്നെ നമ്മുടെ ഗണേശൻ ചേട്ടനെ കൊണ്ട് ഒരു ഉപയോഗം കൂടിയുണ്ട് കേട്ടോ KSRTCക്ക്. വഴിയിലെങ്ങാനും ബസ് നിന്നു പോയാലും ആരുടെയും സഹായം വേണ്ട. അവിടെ നിന്ന് ഗണേശൻ ചേട്ടൻ്റെ ഒരു പ്രസംഗം അങ്ങ് പ്ലേ ചെയ്താൽ മതി. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു തള്ള് പ്ലേ ചെയ്താൽ ബസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉരുണ്ടു പൊക്കോളും. പ്രഹസനത്തിൻ്റെയും നാക്കുകൊണ്ടുള്ള വികസനത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഗണേശൻ ചേട്ടൻ മുൻപന്തിയിലാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ തള്ളിൻ്റെ കാര്യത്തിൽ ശൈലജ ടീച്ചറിനെ വരെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു സ്വപ്നത്തെ ഞങ്ങൾ കരുതിയില്ല. KSRTC നമുക്ക് പൊതുഗതാഗതത്തിനെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്ന ജനങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ തള്ളിന് കുറച്ചും കൂടി മാറ്റു കൂടുമായിരുന്നു. എങ്ങനെയാണെന്നറിയാവോ? ഏതെങ്കിലും ഒരു മന്ത്രി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സഖാവേ, എനിക്കിനി ഔദ്യോഗിക വാഹനം വേണ്ട, കൃത്യസമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള സ്പീഡിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ KSRTC ബസ് ഉള്ളപ്പോൾ, എല്ലാ റൂട്ടിലും എപ്പോഴും ബസ് ലഭ്യമായിട്ടുള്ളപ്പോൾ എന്തിനാണ് എനിക്ക് ഔദ്യോഗിക വാഹനം എന്ന് പറഞ്ഞാൽ അത് ത്യജിച്ചുകൊണ്ട് മാതൃകയായ ഒരു മന്ത്രിയുടെ കാര്യം അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളറായനെ. ഭരിച്ച് കേരളത്തിലെ സകലതും മുടിഞ്ഞല്ലോ. അപ്പം ജനങ്ങളുടെ ചിന്തിക്കാനുള്ള ശേഷിയും കൂടെ തകർന്ന് തരിപ്പണമായി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് കേട്ടോ ഇവരിങ്ങനെ നിന്ന് ഒരു ലോജിക്കും ഇല്ലാതുള്ള തള്ളുകൾ ഇറക്കുന്നത്. എന്നാലും മൈക്കിൽ കൂടി ഇതൊക്കെ നിന്ന് പറയാനേ. ഏതായാലും ഞങ്ങൾ ഇതുവരെ ഈ 10 വർഷത്തിനകത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച തള്ള് ഇത് തന്നെയാണ് കേട്ടോ. കാർ വിൽക്കാൻ കാരണം നിങ്ങളുടെ KSRTC ബസ്സുകളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. എന്നിട്ട് ആ കാറ് വിറ്റ ആള് KSRTC ബസ്സിനെ ആശ്രയിച്ച് എങ്ങനെയാണ് ഇപ്പൊ ജീവിക്കുന്നത്, ആ കാര്യം കൂടെ പറയാൻ വയ്യായിരുന്നോ ഗണേശൻ ചേട്ടാ? മാർക്കറ്റിൽ പോകാൻ സമയത്തും ബന്ധുവീടുകളിൽ പോകാൻ നേരത്തും ഒരു കല്യാണത്തിന് പോകണമെങ്കിലും മരണത്തിന് പോകണമെങ്കിലും അടിയന്തരത്തിന് പോകണമെങ്കിലും ഒക്കെ അന്നേരം പുള്ളി മനസ്സിൽ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ ഫോൺ കോള് ഉടനെ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ KSRTC ബസ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചെന്ന് നിൽക്കും. അങ്ങനല്ലേ? പിന്നെ റോഡിൽ കൂടെ നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ ഓപ്പോസിറ്റ് KSRTC ബസ് വരുന്നത് കണ്ടാൽ ആരാണെങ്കിലും കാർ ഒതുക്കി നിർത്തിയിട്ട് ആ ബസ്സിനകത്ത് കയറി പോകാനൊന്ന് കൊതിക്കും കേട്ടോ. കാരണം ആ വരവ് അങ്ങനെയാണ്. റോഡ് KSRTC ബസ്സിന് മാത്രം പോകാനുള്ളതാണല്ലോ. അപ്പോൾ കാറുകൾ സൈഡ് ഒതുങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടി ചാടിക്കുകയോ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒതുക്കാൻ സ്ഥലമില്ലെങ്കിലും ഒതുക്കിക്കണം. അല്ലെങ്കിൽ നെഞ്ചത്തൂടൊക്കെ കയറി ഇറങ്ങിപ്പോവും. അതിനേക്കാൾ ഭേദം നമ്മൾ വിചാരിക്കുക അതിനെ സൈഡിലോട്ട് ഏതെങ്കിലും കുഴിയിൽ പാർക്ക് ചെയ്തിട്ടാണെങ്കിലും ഇതിനകത്ത് കയറി പോവാം. പിന്നെ ഒരു കാര്യം മനുഷ്യരെ, നമുക്ക് ഇവരോടൊക്കെ വലിയ കടപ്പാട് വേണം. ഇത്രയും ടെൻഷൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശുദ്ധഹാസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് അന്യം നിന്ന് പോയിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇവരുടെ പ്രസംഗങ്ങളാണ്, ഇത്തരം തള്ളുകളാണ് അല്ലേ? നമുക്ക് എത്രയോ ഹാസ്യ കലാകാരന്മാരെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു, മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ ഹാസ്യമൊക്കെ, ശുദ്ധഹാസ്യം. അപ്പോൾ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഇനി നമുക്കുള്ള ഏക ആശ്രയം.
ആരും കോമഡി ചാനലുകളൊന്നും കണ്ട് സമയം കളയണ്ട. ഇത്ര നാച്ചുറലായിട്ടാണ് കോമഡി വരുന്നത്. പക്ഷേ ഗണേശൻ ചേട്ടനൊക്കെ തുടക്കക്കാരനായിട്ട് പോലും ഈ പെർഫോമൻസിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ശിവൻകുട്ടിയണ്ണൻ്റെ ഒക്കെ മുകളിലെത്തും. ഗണേശൻ ചേട്ടാ, ഈ സമയത്ത് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ശിവൻകുട്ടി അണ്ണനുമായിട്ട് ഒന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ തള്ളുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കണം. ഒറ്റ പുസ്തകത്തിൽ നിൽക്കത്തില്ലെന്നറിയാം, പല ഭാഗങ്ങളായിട്ട് തള്ളുകൾ എന്നുള്ള പേരിലോ മറ്റോ ഇറക്കിയാൽ മതി. അതുപോലെ തന്നെ അണ്ണൻ്റെ ഈ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും ശക്തിയായിട്ട് തള്ളാനുള്ള കഴിവ് നമ്മുടെ KSRTC ബസ്സുകളുടെ തടസ്സമില്ലാത്ത ജനങ്ങൾക്കുള്ള സേവനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. എവിടെയെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ അണ്ണൻ അവിടെ ഓടിയെത്താൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാണ് ബഡ്ജറ്റ്. അതെ, ചേസ് നമ്പർ 2 എത്തിക്കഴിഞ്ഞ്. വൈറ്റ് പേപ്പറിനേക്കാളും നല്ല കട്ടിയുള്ള പേപ്പർ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ കിറ്റിലും പെൻഷനിലും ഒന്നും ഇത് നിൽക്കത്തില്ല. അപ്പോൾ പിന്നെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവസാന തന്ത്രം. അത് പയറ്റിയിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ തന്നെ ഞങ്ങൾ ഇറക്കുന്നത്. ഞങ്ങൾ സോളിഡ് ആയിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. എന്നാലും പ്ലാൻ ബിക്ക് ഇത്രയും വലിപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ബാലഗോപാലൻ ചേട്ടോ. ഞങ്ങളൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു രക്ഷയുമില്ലാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത തള്ളുകൾ ബജറ്റിലൂടെ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ തള്ളുകൾ വരുമ്പോൾ പഴയ തള്ളുകളെ നമ്മൾ മറന്നുകൂടല്ലോ. മറന്നുപോയാലും ഓർമ്മിപ്പിക്കേണ്ടത് തള്ളു കേട്ട ജനങ്ങളുടെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് കുറച്ച് തള്ളുകൾ മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് സൗജന്യ ഇന്റർനെറ്റ് എന്നും പറഞ്ഞ് മുഖ്യ സഖാവും നിങ്ങളും കൂടി തള്ളിയ ഒരു ഫോൺ ഓർമ്മയുണ്ടോ? 2017 ബജറ്റിൽ എന്തായിരുന്നു പ്രഖ്യാപിച്ചത്? 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ. 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയോ? അതോ അതിലിനി 5-6 വീടുകളും കൂടെ ബാക്കിയുള്ളോ? അതൊന്ന് ക്ലിയർ ചെയ്യണേ. പിന്നെ ഇവിടേക്ക് മടങ്ങി വരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഒരാൾക്കെങ്കിലും കിട്ടിയെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ലാപ്ടോപ്പ്, എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കോക്കോനിക്സ്, അതെ അങ്ങനെ ഒരു ലാപ്ടോപ്പ് പദ്ധതി കൊണ്ടുവന്നായിരുന്നു. അതിലെത്ര മുക്കി? പിന്നെ തോമസ് ഐസക്ക് തള്ളിയ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ സാറ്റലൈറ്റ് ഫോണിൻ്റെ കാര്യം. 89 രൂപയ്ക്ക് എല്ലാവർക്കും ചിക്കൻ എന്ന് മുഖ്യ സഖാവെന്ന് തള്ളിയായിരുന്നു. അതുപോലെ തന്നെ 2021 ബഡ്ജറ്റിൽ എത്ര 5000 കോടി എന്തോ മിച്ചമുണ്ടെന്നൊരു തള്ളുണ്ടായിരുന്നല്ലോ. അതെന്തിനായിരുന്നു ആ തള്ള്? പിന്നെ ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി കേരളത്തിൻ്റെ വക കൊടുത്തായിരുന്നു. എന്നിട്ട് അവിടെ സമാധാനം കിട്ടിയോ? ആ തുകയ്ക്ക് ഒരു ഉത്തരവാദിത്വം പറയണേ. നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കൊറോണയുടെ സമയത്ത് ക്യൂബയിൽ നിന്ന് ഇവിടേക്ക് പ്രതിരോധ വാക്സിൻ എത്തിക്കുമെന്ന് തള്ളിയായിരുന്നു. എത്ര പേർക്ക് കിട്ടി? പിന്നെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തും എന്നുള്ളത് ഇലക്ഷനോട് അടുക്കുന്ന ഇലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് മറ്റോ നടപ്പിലാക്കാൻ തള്ളിമറിച്ച് വെച്ചിരിക്കുകയാണല്ലേ. അത് റെഡിയാക്കി വെച്ചിരിക്കുക, അതറിയാം. എത്ര ലക്ഷമായിരുന്നു? 10, 12, 15 ലക്ഷം തൊഴിലുകൾ ഇവിടെ കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന് 2021 ഒന്ന് തള്ളിയായിരുന്നു. എല്ലാവർക്കും വീട് എന്ന് ഒന്ന് തള്ളിയായിരുന്നു. അതാരെ പറ്റിക്കാനായിരുന്നു? പിന്നെ കൊച്ചി മറൈൻ ഡ്രൈവിൽ 2150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം, അത് തള്ളിയിട്ട് ഇപ്പം 2 വർഷമായി. റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കുമെന്ന് പിണറായി സഖാവ് തള്ളിയായിരുന്നു. അത് നടപ്പിലായോ? ഒന്നുമില്ല. അപ്പം ജനങ്ങളെ പറ്റിക്കുന്നത് തുടരും, തള്ളുന്നത് തുടരും. സകലയിടങ്ങളിലും വികസന പെരുമഴ നാക്കുകൊണ്ട് പെയ്യിക്കുന്നതും തുടരും. അപ്പോൾ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ആകാശത്തിലും പാതാളത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ വിലസട്ടെ. ഭൂമിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക്, ഏതായാലും കേരളത്തിൽ ഈ മണ്ണിൽ കാലൂത്തി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതിൻ്റെ ഒന്നും പ്രയോജനം ഉണ്ടാകില്ല എന്ന് 100% ഞങ്ങൾക്കറിയാം. എന്താണെങ്കിലും താടിക്ക് കൈയും കൊടുത്ത് നോക്കിയിരുന്നു. കാണാം.